ഹലോ. ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ രാത്രി വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സമയം 11:30. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ രാത്രി വന്നിട്ട് വെക്കേഷനാണ്, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, സ്കൂളിൻ്റെ ഒരു മൊത്തം ഫ്രീ ആണ് 2 മാസം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും രാത്രി ബാൽക്കണി വന്നിട്ടൊരു സുഖമാണ്, എന്താണെന്നറിയില്ല. മോനും ഹസ്ബൻഡും കൂടെ കളി ഇരുന്ന് കാണാം. ഞാൻ എന്താ ഇവിടെ ഇരിക്കാറ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ പൊക്കത്തിരിക്കുന്നതുകൊണ്ട് നല്ലവണ്ണം കാറ്റിട്ട്, പക്ഷെ അത്ര നല്ലതല്ല, എങ്ങനെയും വീണാൽ എൻ്റെ പ്രശ്നത്തില്ല. അപ്പോൾ ഞാൻ പുറം ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ. ഞങ്ങൾ വാലൊക്കെ തുറന്നതാ, ഇതാണ് ബാൽക്കണി ഞങ്ങളുടെ അല്ലമ്മ. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ രാത്രി ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. നല്ല ഇരുട്ടാണ്, രാത്രി തന്നെ ഇരുട്ട് തന്നെയല്ല. മുകളിലെ ബാൽക്കണി ആട്ടാ, താഴെ അല്ല, ഞങ്ങൾ മുകളിലാണ് വന്നിരിക്കുന്നത്. എന്താ ഞങ്ങളുടെ മുറ്റത്തെ വാഴയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. ഇതാ അപ്പം ഞങ്ങളുടെ നെല്ലിക്ക മരം, എല്ലായിടത്തും ലൈറ്റൊക്കെ കെടുത്ത് എല്ലാവരും ഉറങ്ങണ നേരം ഞങ്ങൾ മാത്രം ഇവിടെ നിൽക്കണം. അത് പോസിറ്റീവത്തെ ലൈറ്റാണ്, ഇത് പോസിറ്റീവത്തെ ലൈറ്റാണ്. ആ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ് പൂമല. മിനി ഊട്ടി എന്നാ പറയാട്ടാ. മിനി ഊട്ടി സംഭവമൊക്കെ ഉണ്ട് അവിടെ പറയാ, ഞങ്ങൾ പോയിണ്ടായി. മിനി ഊട്ടി എന്നാ പറയാ. അവിടെ ഒരു ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ലൈറ്റ് കത്തില്ല, അത് അവിടുത്തെ ടവറാണ്. അല്ല അവിടെ പള്ളിയാ, പള്ളി. ബാക്കി കാണുന്ന ലൈറ്റ് ഒക്കെ ഉള്ള അത് അവിടുത്തെ എന്താ, അത് മറ്റേ മിനി ഊട്ടിത്തെ ലൈറ്റ് ഇല്ല. അവിടെ കുറെ റിസോർട്ടും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾക്ക് അവിടെ പോയതൊരു ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അമ്മ സച്ചിനെ പ്രസവിക്കണതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞങ്ങൾ അവിടേക്ക് പോയി. ആ മല കയറുന്ന ഒരു സുഖം ഉണ്ടല്ലേ, അവിടെ പോയി, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള ദിവസം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. എന്താണെന്നറിയില്ല, അത് അങ്ങനത്തെ ഒരു പോക്കായതുകൊണ്ട് തന്നെ അത് ഇതുവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ കാണുന്നതൊക്കെ, അത് രാത്രിയൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും, നല്ല രസമാണ്. ഇവിടെ വന്നാൽ മിന്നിയൂട്ടിത്തെ ലൈറ്റ് ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല രസമാണ്. ആ ഒരു എന്താ പള്ളിത്തെ ലൈറ്റ് അല്ലേ, അതിങ്ങനെ അത് കുറേ അകലെ നിൽക്കുന്നത്, അത് ഇവിടേക്ക് നല്ല തീ കത്തി നിൽക്കണ പോലെ അതിൻ്റെ ലൈറ്റ്. പിന്നെ അവിടെ പോസ്റ്റാണ്, പിന്നെ അവിടെ പോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ വീട് കാണാനുണ്ട്. പിന്നെ അത് വീടല്ലേ, അതെന്ത് ഫ്ലാറ്റ് അല്ലേ ഇപ്പോൾ പണി, ബ്രെഡ് കമ്പനി, അത് ഈ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ, പിന്നെ ആ വീട്ടിൽ എവിടെയോ ഒരു കുഞ്ഞ് ലൈറ്റ് ഉണ്ട്. പിന്നെ ആ വീട്ടിലെ സീഡിയത്തെ ലൈറ്റ്, ഇത് വീടാണോ പറമ്പാണോ എന്താ പശുക്കൂടാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് വെറുതെ ഒരു ഷെഡാട്ടാ. അതെ. പിന്നെ ഞങ്ങളുടെ തൊട്ട് ബാക്കിലൊരു വീടുണ്ട്, പക്ഷേ ഇരുട്ടാണ് മൊത്തം. പിന്നെ ആ കാണുന്നില്ല ഒരു ഉണ്ട ലൈറ്റ്, അത് പോസിറ്റീവാണ്, ഇത് അവിടെയൊക്കെ പോസിറ്റീവ് ലൈറ്റാണ്. പിന്നെ ഞങ്ങളുടെ ലൈറ്റ് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, നല്ലൊരു കോസി വൈബാണ് ഇവിടെ വന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വന്ന ഏറ്റവും കൂടുതലും അമ്മ നോക്കി നിൽക്കുന്ന കാര്യം എന്താ, ഞാൻ അങ്ങോട്ട് നോക്കി അങ്ങ് ഇരിക്കും. അതൊരു സുഖമാണ്. നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇങ്ങനെ നോക്കിയിരുന്ന കുറേയൊക്കെ ടെൻഷൻ കുറയും. ടെൻഷൻ ഉണ്ടായിട്ടല്ല, രാത്രിയൊക്കെ ഞങ്ങൾ സിനിമ കാണും. പുതിയ സിനിമയൊക്കെ ഇറങ്ങിയ എല്ലാവരും രാവിലെ ആയിരിക്കും സിനിമയൊക്കെ കാണും. ഞങ്ങൾ രാത്രി പാതിരാത്രി ഇങ്ങനെ സിനിമ വെച്ച് ഫാമിലി മൊത്തം കണ്ടുകൊണ്ടിരിക്കും. നല്ല നല്ല രസമാണ്. എന്താണെന്നറിയില്ല, എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നപ്പോൾ സിനിമ കാണില്ലെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നല്ലേ, ഇന്നിപ്പോൾ ഒരു വീഡിയോ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എടുത്തു, അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഷോർട്സിൻ്റെ വീഡിയോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു. മൊത്തം വീഡിയോമയാണ്, കാരണം നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ പറയണമെന്ന് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ ഇന്ന് സിനിമ കാണില്ലെന്ന് ചോദിച്ചാൽ, ഇന്ന് അവരിപ്പോൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്നിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെ രസം കണ്ടുപിടിക്കാം. ഇവിടെ എന്നും വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടക്കിടക്ക് വരാറുണ്ട്, അല്ലാണ്ട് ഇപ്പോൾ മാത്രം വന്നൊന്നുമില്ല. താഴത്തെ ബാൽക്കണിയിൽ ഡെയിലി എപ്പോഴും ഇരിക്കും, പകലും ഇരിക്കും. മുകളിലേക്ക് ഇടയ്ക്ക് കയറി വരുള്ളൂ, വരും, പക്ഷെ ഇത്ര നേരം ഇരിക്കാറില്ല.
താഴെ ഫുൾ ടൈം ഇരിക്കും ട്ടാ. എന്തെങ്കിലും നേരം കിട്ടിയാലൊക്കെ മറത്തിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണോ ഇരിക്കാറെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരല്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇവിടെ വന്നിരിക്കാറുണ്ട്. സച്ചിയുടെ കാര്യം ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവൻ വാശി പിടിക്കില്ലേന്ന്. അവൻ വാശിയൊന്നും പിടിക്കില്ല. അവന് എന്താണെന്നറിയോ, ഇവിടെ വന്ന് നിന്നാൽ ഒരു പേടിയാണ്. അവനിവിടെ അങ്ങനെ ചാടൊന്നുമില്ല, ഇവിടെ ഓടിക്കളിക്കും. കാരണം അവന് ഈ നിലത്ത് ഓടിക്കളിക്കും. കാരണം അവന് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തിണ്ടിക്കൊന്നും കയറില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കും. ഇന്നിപ്പോൾ അവർ വരാത്തതെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളി അല്ലേ അമ്മ? അപ്പോൾ ക്രിക്കറ്റ് കളി സച്ചുവാണെങ്കിൽ ഉറങ്ങി, ഹസ്ബൻഡും മോനും കൂടെ ക്രിക്കറ്റ് കളി കാണാണ്. അപ്പോൾ മുകളിലോട്ട് പോയാലോ എന്ന് തോന്നി. അങ്ങനെ വന്നിരുന്നപ്പോഴേ പ്രത്യേക സുഖം, ഒരു എന്താ പറയാ, വല്ലാത്തൊരു ഫീല്. ഇങ്ങനെ നോക്കിയിരിക്കാം, നോക്കത്താ ദൂരത്തേക്ക് റോക്കറ്റ് പോകണ്ടോ? അത് ട്രെയിനാണോ? അല്ലാതെ ട്രെയിൻ പോണതാ. ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട്. എവിടെയാണ് ട്രെയിൻ? തുറന്നില്ല. എവിടെയാണ്? തിരൂര് വഴി പോണില്ലേ? തിരൂര് വഴി പോകുമ്പോഴല്ലേ ഇവിടെ വരെ ശബ്ദം കേൾക്കണേ. മുളകുത്താവിലാണ് ഷോപ്പ്. പിന്നെ തൃശ്ശൂരുള്ളത് നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ മുളകുത്താവ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ വീഡിയോ കഴിഞ്ഞാൽ പോകുമെന്ന് വിചാരിച്ചാൽ ഇല്ല, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് പറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്താ പറയണ്ടേ, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ. അപ്പോൾ എന്താ എനിക്ക് പറയണ്ടേ, ഞാൻ എന്താ പറയണ്ടേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ടി വി നിർത്തി കിടക്കാനും മുകളിൽ ഇത് കഴിഞ്ഞാലും ഒരു സിനിമ വെച്ച് ഞങ്ങൾ കാണാൻ പോവാണ്. ഒരു സിനിമ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്ര സിനിമ കിട്ടുമെന്ന് വെച്ചാൽ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണും. ഇനി അതില്ലെങ്കിൽ ഞങ്ങൾ പണ്ടത്തെ സിനിമ കാണും, പഴയ പടങ്ങൾ, കളർ സിനിമ കാണും. പിന്നെ അതും ഇല്ലെങ്കിൽ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭാരതിയാണ്, ഒരു രസമാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഉറക്കം വരുമ്പോൾ ഞങ്ങൾ കട്ടൻ ചായ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കും. ചായക്ക് പാലുണ്ടാവില്ല, അപ്പോൾ പാലൊക്കെ തീർന്നില്ല. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കും, വല്ല സ്നാക്സ് ഉണ്ടാകും, അത് തിന്നും. നല്ല രസമാണ്. ക്യാരം ബോർഡ് കളി ഒന്നും ഇപ്പില്ല. ഒന്നാമത് ഉണ്ണിയായി, അതൊന്നാമത് ഉണ്ണിയുണ്ട്. ഇരിക്കുമ്പോഴേ സൗണ്ട് വരില്ലേ, പിന്നെ അപ്പൊ അത് കളിക്കല് കുറച്ചായി. അതിന്റെ ഒരു ഇത് അവനെ വിചാരിച്ചിട്ടാണ്. ഉറങ്ങി വരുമ്പോഴാവും നമ്മൾ വല്ല സൗണ്ട് ഉണ്ടാക്കിയ കുട്ടിയുടെ ഉറക്കം പോവും. അപ്പൊ അതൊക്കെയാണ്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ശീലം, ഇങ്ങനെ നോക്കത്താ ദൂരത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ശീലം? എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാറ്റും മഴയത്തൊക്കെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇത് ഇവിടെ ഇങ്ങനെ ചാരി വന്ന് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ്. അവിടെ മഞ്ഞുണ്ട്, കണ്ടാ? ആ മരങ്ങളുടെ മലയുടെ അവിടെ കണ്ട ഒരു പുക പോലെ. അതില് കാണണ്ടാവില്ല, മഞ്ഞുണ്ട് അവിടെ. നല്ല മഞ്ഞ്. ക്യാമറയിൽ കാണില്ല, നല്ല മഞ്ഞുണ്ട്, ഒരു പുക പോലെ. മരങ്ങളുടെ നിഴല് കണ്ട. ചെറിയ തണവുണ്ട്, എവിടെയൊക്കെ മഴ പെയ്യുണ്ടാവും. ഇവിടെ മഴ നല്ല ശക്തിയിൽ പെയ്താലും നല്ല രസാട്ടാ. കാരണം ചെറിയൊരു തുള്ളുണ്ടാവുള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ നല്ല പോണം മഴയൊക്കെ പെയ്യും. ചെറിയൊരു തുള്ളി ഇങ്ങോട്ട് അടിക്കും എന്നുള്ള, എന്നാലും അത് കൊണ്ടാവില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നിരുന്ന മഴയുടെ കാറ്റുണ്ടാവും. പേടിക്കൊന്നും വേണ്ട, നല്ല രസമാണ്. ചൂടെടുത്തൊന്ന് ഇവിടെ ഇരിക്കുന്നത് നല്ല രസം. എന്താ വെച്ചാൽ നല്ല ഇതായിരിക്കും. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് നല്ല ചൂടൊന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. പാദയാത്രയായിട്ട് ഞങ്ങൾക്ക് ഉറക്കൊന്നും വന്നിട്ടില്ല കേട്ടാ, നല്ല രസമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്താൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനും അമ്മയും കൂടിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഈവനിങ് വൈബായിട്ടുള്ള വീഡിയോ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ. ഓക്കെ, ബൈ.